ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന്. പതിവ് പോലെ നമ്മൾ 4 മണിക്ക് എണീക്കുന്നു, വിൻഡോസൊക്കെ തുറന്നിടുന്നു, അതേപോലെ മെഷീനിൽ വാഷ് ചെയ്യാൻ വേണ്ടി ഇടുന്നു. അങ്ങനത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ ഫോണൊക്കെ നോക്കിയിരുന്നു. ഇന്ന് ഫോൺ നോക്കിയിരുന്നപ്പോഴില്ലേ എന്തോ ഒരു ബ്രെയിനിനകത്ത് എന്തൊക്കെയോ ഒരു രീതിയിൽ ഓടാൻ തുടങ്ങി. കാരണം വേറൊന്നുമല്ല, ഇപ്പം നമ്മളെല്ലാവരും കൂടെ, നമ്മളെന്നല്ല നിങ്ങളിൽ കുറേ പേരെല്ലാവരും കൂടെ നമ്മുടെ കല്യാണീനെ എടുത്തിട്ട് നോക്കുന്നുണ്ടല്ലോ. അത് കണ്ടപ്പോൾ എന്തൊക്കെയോ പറയണം തോന്നി കേട്ടോ. പിന്നെ എന്തൊക്കെയും പറഞ്ഞാൽ ഞാനും എല്ലാവരെയും പോലെ ആയി പോവല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ പറയുന്നില്ല അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 5:15 പതിവ് പോലെ നമ്മൾ ഡോസൊക്കെ തുറന്നു മുടി കെട്ടാൻ വേണ്ടി പോകുന്നു. മുടി ഒന്ന് അഴിച്ച് ഒതുക്കി കെട്ടാൻ വേണ്ടി പോകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഓയിലൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഹെയർ ഫോൾസ് എന്ന് പറയുന്ന കാര്യം ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും, ജീവികൾക്കും, സാധനങ്ങൾക്ക് എല്ലാവർക്കും വരുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ഐലൻഡ് ലൈഫാണ്, ഇവിടുത്തെ ക്ലൈമറ്റ്, ഇവിടുത്തെ ഫുഡിൻ്റെ പ്രശ്നം. കാരണം ഞാനും ശംഭുവാണ് മോസ്റ്റ്ലി കൂടുതൽ ദിവസങ്ങളിൽ ഒരുമിച്ചുണ്ടാവും. അപ്പോൾ അവന് പറ്റുന്ന ഫുഡുകൾ ഉണ്ടാക്കും. ഞാൻ എനിക്ക് വേണ്ടി അധികം ഹെൽത്ത് കെയർ ഒന്നും ചെയ്യാറില്ല. സോ ഒരു ഓയിൽ കൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് നമ്മുടെ മുടിയുടെ ഹെയർ ഫോൾസിനെയോ ഹെയർ ഗ്രോത്തിനെയോ അല്ലെങ്കിൽ ഹെയർ സ്ട്രെങ്തനെയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം ഈക്വലി നമ്മൾ ബാലൻസ്ഡ് ആയാൽ മാത്രമേ എല്ലാം അടിപൊളിയായിട്ട് വരത്തുള്ളൂ. ഓക്കെ. ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനൊക്കെ ഇല്ലേ, ലോകത്തിലെ എല്ലാ പെണ്ണുങ്ങൾക്കൊന്നും ഇല്ല. ഇപ്പം നമ്മൾ മാളവിക കൃഷ്ണദാസിൻ്റെ ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. അവൾ ഹാപ്പിയാണ്. അവൾക്ക് എന്താണ്, അല്ലെങ്കിൽ ഓസിൻ്റെ, നമ്മുടെ കൃഷ്ണകുമാർ ഫാമിലിയിലെ ഓസിൻ്റെ ഒക്കെ ഡെലിവറി സ്റ്റോറി കണ്ടാൽ അവർക്ക് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്താണെന്ന് പോലും അറിയില്ല. കാരണം എന്താണ്, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ആവശ്യത്തിന് ഹെൽത്ത് നോക്കാൻ ആൾക്കാരുണ്ട്, നല്ല ഫുഡ് കിട്ടുന്നുണ്ട്, നല്ല ഉറക്കം കിട്ടുന്നുണ്ട്, കുഞ്ഞിനെ അവൾ നോക്കുന്നതിനേക്കാട്ടിലും നന്നായിട്ട് നോക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയാണല്ലേ, ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് ഓരോരുത്തർക്ക് അവരുടെ ലൈഫും അവരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയും ഹെൽത്തും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ കല്യാണിയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 14,000 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. അതിൽ 100 പേര് മാത്രമേ നമ്മുടെ വീഡിയോസ് കാണത്തുള്ളൂ. കൂടുതലും പേര് ഉച്ചയൂണും കാര്യങ്ങളും ഷോർട്സൊക്കെ കാണുക. ലോങ് വീഡിയോസൊന്നും അധികം ആരും കാണില്ലല്ലോ. ഈ 100 പേരിൽ കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ മൈ വേ ബൈ കല്യാണിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഷെബി ചേച്ചീനെയോ അല്ലെങ്കിൽ ലിയോണിനെയൊക്കെ അറിയാവുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇവരെ ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും കല്യാണിയുടെ പേരിൽ ഇപ്പം ഉണ്ടായിരിക്കുന്ന ഒരു ഇഷ്യൂ, കല്യാണിയും അതേപോലെയുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സും അല്ലെങ്കിൽ പ്രോഡക്റ്റ്സൊക്കെ സജസ്റ്റ് ചെയ്യുന്നവർക്കും ഉണ്ടായിരിക്കുന്ന ഒരു ഇഷ്യൂ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ? എൻ്റെ പറയാനുള്ള കാര്യം ഇവിടെ ഒരു പ്രസക്തമായ കാര്യമൊന്നും അല്ല, എന്നാലും ഇതെൻ്റെ ചാനലാണല്ലോ. അപ്പോൾ എനിക്ക് എൻ്റേതായ അഭിപ്രായങ്ങൾ പറയാമല്ലോ. അപ്പം എല്ലാവരെയും പോലെയും എനിക്ക് തോന്നുന്നില്ല കല്യാണിയുടെ ചാനൽ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ളവരായിരിക്കണം എന്നില്ല ഈ കയറി പൊങ്കാല ഇടാൻ വരുന്നത്. കാരണം കുറേ പേര് പറയുന്നുണ്ടായിരുന്നു, ഒരു പണിയില്ലാണ്ട് മറ്റേ കോവയ്ക്ക മെഴുക്കുവരട്ടി മീൻകറി ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കോവയ്ക്കയുടെ ബ്രാൻഡ് അംബാസിഡർ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ കല്യാണിനെ കളിയാക്കുന്നുണ്ടേ. പക്ഷേ കല്യാണി ഇൻസ്പയർ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഷോർട്സിലൊക്കെ താഴെ വന്നിട്ടുണ്ട്, ഇവളാണോ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇവൾ വീട്ടിൽ പണിയെടുക്കുന്നതാണോ ഇൻസ്പിറേഷൻ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ നിങ്ങളൊരു അഭിപ്രായം ചോദിക്കുന്നതിന് മുമ്പേ ഇങ്ങനൊരു കാര്യം ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു 10 ദിവസം നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഒരു 10 പേർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ, അതായത് കണ്ടാൽ അയ്യേ എന്ന് പറയാത്ത രീതിയിൽ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ സൂക്ഷിച്ച് വെക്കുക. 10 ദിവസത്തെ മതി, അധികം ഒന്നും വേണ്ട. ഇവരൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നവരാണല്ലേ. അപ്പോൾ ഇവരൊന്നും വന്നതേ ഈ ലോകത്ത് ഒരു യൂട്യൂബേഴ്സും ഇല്ല. ഒരു യൂട്യൂബേഴ്സ് എന്ന് പറയാനില്ല, എന്നാലും ഒരു 90% പേരും 1, 2, 3 എന്നുള്ള രീതിയിൽ സബ്സ്ക്രൈബർ കൗണ്ട് ഈ കൂടിയവർ തന്നെയാണ്. അല്ലാതെ ആരും 1 മില്യണിൽ സ്റ്റാർട്ട് ചെയ്തവരില്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുവിധം എല്ലാവരും കാണുന്ന ലൈഫ് ഇൻ വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ. അപ്പം അതിനകത്തെ ചാനലും കാണിക്കുന്നത് കുക്കിങ്ങും ക്ലീനിങ്ങും നമ്മുടെ ഹൗസ് ഹോൾഡ് വർക്ക്സും മാത്രമാണ്. അതിനെ നമ്മൾ അത്രയും ഹൈപ്പ് കയറ്റി പറയുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ അവരൊരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്തതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എങ്കിൽ നമ്മുടെ സിനിമാ നടിമാരില്ലേ, മോഹൻലാൽ, മമ്മൂട്ടി, അല്ലെങ്കിൽ മഞ്ജു വാര്യർ, അതല്ലെങ്കിൽ തമന്നയുടെയൊക്കെ ഷാമ്പൂ അവർ 2 അറ്റ് എ ടൈം പതാഞ്ജലിയുടെയും ലിവർ ആയുഷിൻ്റെയും 2 ഷാമ്പൂവിൻ്റെ പരസ്യത്തിൽ അവർ ഒരേപോലെ അപ്പിയർ ചെയ്തിട്ട് പറയുന്നുണ്ട്. തമന്നയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം തമന്നയുടെ ഒരു ഹെയറിൻ്റെ ലെങ്ത് എത്രയാണെന്ന്. ഒരു തമിഴ് സിനിമയൊക്കെ കാണുന്നവർക്ക് എന്തായാലും അറിയാം ഹെയറിൻ്റെ ലെങ്ത് എത്രയാണെന്ന്. പക്ഷേ ആ ഷാമ്പൂവിൻ്റെ പരസ്യത്തിനകത്ത് അവരുടെ ഒരു ഹെയറിൻ്റെ ലെങ്ത് നമ്മൾക്ക് കണ്ടു നോക്കും. അപ്പോൾ നമ്മൾ ബ്ലൈൻഡായിട്ട് അത് വിശ്വസിച്ചിട്ടല്ല അത് മേടിക്കുന്നത്. ഏതെങ്കിലും ലോകത്ത് ഷാമ്പു തേച്ചാൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അതൊരു പ്രമോഷൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തതാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ പൊട്ടത്തരം വിളിച്ച് പറയുന്നതാണോ നിങ്ങളുടെ പ്രമോഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഇതേപോലെ സമൂഹത്തിൽ ഇങ്ങനെ നിൽക്കുന്നവരോട് എന്തുകൊണ്ട് നിങ്ങളത് ചോദിക്കുന്നില്ല?
ഇപ്പോൾ തമന്നോട് പോയിട്ട് ആരെങ്കിലും ചോദിക്കുമോ നിങ്ങൾക്ക് ഇത്രയും മുടിയില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇത്രയും ലോങ് ഹെയറിന് 8 ദിവസം കൊണ്ട് മുടി 8 ഇഞ്ച് നീളം കൂട്ടാമെന്ന് പറഞ്ഞ് മുടിയുടെ എന്തിനാണ് പരസ്യം ഇടുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ, നിങ്ങൾക്ക് അവിടെ വോയിസ് ഇല്ല. നിങ്ങൾക്ക് അവരോട് പോയി ചോദിക്കാൻ പോയിട്ട് അവരെ പോയി കാണാൻ പോലുള്ള റൈറ്റ്സ് ഇല്ല. പക്ഷേ ഇതേപോലെ നിങ്ങളുടെ കയ്യിലൊരു ഫോണുണ്ട്, നിങ്ങളുടെ മുമ്പിലേക്ക് കല്യാണിയെ പോലുള്ളവർ കല്യാണി എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം എനിക്ക് കല്യാണിനെ പേഴ്സണലി അറിയൊന്നുമില്ല. ചാനൽ തുടങ്ങിയ സമയത്ത് ഞാനും കല്യാണി ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ഒരിതുമില്ല. ഞാനിപ്പോൾ ഈ പറയുന്നത് കൊണ്ട് കല്യാണിക്കൊരു മോശമായിട്ടുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എൻ്റെ ചാനലല്ലേ, എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയാമല്ലോ അല്ലേ. അപ്പം അങ്ങനെ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും രാവിലെ ഒരു 4 മണി തൊട്ട് നമ്മൾ എണീറ്റ ഉടനെ ഫോൺ എടുക്കരുതെന്ന് എല്ലാവരും പറയും. പക്ഷേ നമ്മൾ എന്തായാലും എടുത്തു പോകും, നമ്മൾ എടുക്കും. അപ്പം അത്രയും നേരം ഞാൻ ഇന്നലെ വൈകിട്ട് രാത്രി കണ്ട ഒരു വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ കണ്ടു. അതിനുശേഷം വന്നപ്പോഴാണ് ഈ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നത് കേട്ടോ. ഇതൊന്ന് പറയണമെന്ന് തോന്നി. അതും ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ഒരു 100 പേരോട് മാത്രമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ തമന്ന തേക്കുന്ന ഒരു ഷാമ്പു തേച്ചാൽ നമുക്കത്ര ലോങ് ഹെയർ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കുണ്ട്. ഇന്ദുലേഖ തേച്ചാൽ നമ്മളത്ര വെളുക്കില്ല എന്ന് പറഞ്ഞ് മറ്റേ മമ്മൂട്ടിയുടെ പേരിൽ കേസ് കൊടുത്തിട്ടുള്ള അതിലത്തെ കാര്യവും നമുക്കറിയാം. അതേപോലെയാണ് നിറപറയുടെ പരസ്യവും അല്ലെങ്കിൽ എന്തൊക്കെയാണെങ്കിലും. നിറപറ, ഞാൻ ചോദിക്കട്ടെ, നിറപറയുടെ പ്രോഡക്ട്സിൽ ഈ ലോകത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുണ്ടോ? നമ്മൾ ശരിക്കും ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്നവരില്ലേ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, കോക്കനട്ട് ഓയിലിനെ കുറിച്ച് നമ്മുടെ കേരളത്തിലുള്ളൊരു അഭിപ്രായം എന്താ? ശുദ്ധമായ വെളിച്ചെണ്ണ തേച്ച് കുളിക്കാം, കഴിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഹെൽത്തി ആണെന്നല്ലേ. നിങ്ങൾ പക്ഷേ ഇത് നോർത്ത് ഇന്ത്യയിൽ പോയി ഒന്ന് പറഞ്ഞു നോക്കൂ. അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ പഠിച്ച് അറിയുന്ന ഒരാൾക്ക് അത് ഓക്കെയാണ്. പക്ഷേ നോർമലി ഇപ്പം നമ്മുടെ അമ്മൂമ്മയുടെ ഒക്കെ പ്രായമുള്ള ഒരാളോട് ഇന്ന് നാളെ തൊട്ട് നിങ്ങൾ വെളിച്ചെണ്ണയിൽ ഭക്ഷണം ചെയ്ത് കഴിക്കുമെന്ന് പറഞ്ഞാൽ അവർ ശരിക്കും നല്ലത് തന്നുവിടും നമുക്ക്. അതേപോലെ തന്നെയാണ് അവരുപയോഗിക്കുന്നത് കടുകെണ്ണയാണ്. ഞാനിപ്പം 3ാമത്തെ നിലയിലാണ് നിൽക്കുന്നത്. എൻ്റെ താഴോട്ടുള്ള 9 വീടുകളും നമ്മുടെ കടുകെണ്ണ ചേർത്താണ് കുക്കിംഗ് ചെയ്യുന്നത്. രാവിലെ ഒരു 6 മണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു 11:30-12 മണി വരെ എൻ്റെ വീട് നിറച്ച് കടുകെണ്ണയുടെ മണമാണ്. സത്യം പറഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും. പക്ഷേ നമുക്ക് കടുകെണ്ണയുടെ മണം കൊണ്ട് ഛർദ്ദിക്കാൻ വരും എന്നുള്ള കാര്യം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയി പറഞ്ഞാൽ അവിടുന്ന് നമുക്ക് തല്ലി കിട്ടും. കാരണം അതത്ര ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അവർ ജനിച്ചപ്പോൾ തൊട്ട് അവർ മുഖത്ത് തേക്കുന്നതും തലയിൽ തേക്കുന്നതും ദേഹത്ത് തേക്കുന്നതും ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതും എല്ലാം കടുകെണ്ണയാണ്. അപ്പോൾ അതാണ് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, നമ്മളുടെ ഇതൊക്കെ. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം സത്യം പറഞ്ഞ കുക്കിങ്ങിൽ ഞാനും കടുകെണ്ണ ഉപയോഗിക്കാറുണ്ട്. കാരണം ഇവരുടെ ഒരു എത്രയോ വർഷങ്ങളായിട്ട്, ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി, കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ ഒരു സ്മെല്ല് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്, ഞാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓട്ടോമാറ്റിക്കലി അത് യൂസ്ഡ് ആവുന്നുണ്ട് എനിക്കും. കാരണം ഇവരുടെയൊക്കെ പ്രോഗ്രാമിന് നമ്മൾ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇവരൊക്കെ ഞാൻ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും എവിടെന്നെങ്കിലുമൊക്കെ കുറച്ച് കറി നമുക്ക് കിട്ടും. മലയാളീസോ ഹിന്ദിക്കാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഷെയറിങ് ഉള്ളവരാണ് പൊതുവേ ഫാമിലി ഇവിടെ നിൽക്കുന്നവരെല്ലാവരും. ബാക്കി എല്ലായിടത്തിനെക്കാട്ടിലും കൂടുതൽ ഇവിടെയാണ്. കാരണം ഇതൊരു ഐലൻഡ് ലൈഫാണ്. ഇവർക്ക് വലിയ പുറത്തുള്ള പരിപാടീസിനേക്കാളും കൂടുതൽ നമ്മുടെ ഫാമിലി ടൈമാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് തരും. അപ്പോൾ അങ്ങനെ കഴിച്ച് എനിക്ക് മനസ്സിലായി ഈ കടുകെണ്ണയുടെ മണം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവില്ല. ആ ഒരു ഉള്ളി വഴറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ തടുക്ക ഇടുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ മനസ്സിലായി. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയുടെ വില കൊണ്ട് നമ്മളിപ്പം എല്ലാം നമ്മൾ ഓൾട്രേഷൻ നോക്കുമല്ലോ. എത്രയോ ഒരു ഫ്ലേവറും ഇല്ലാത്ത സൺഫ്ലവർ ഓയിലിനെക്കാട്ടിലും ഫാർ ബെറ്ററാണ് കടുകെണ്ണ എന്ന് തോന്നിയ ഒരു സമയത്ത് ഞാനും യൂസ് ചെയ്തിട്ടുണ്ട്. ഇല്ല എന്നല്ല, ഇപ്പോഴും യൂസ് ചെയ്യും. എല്ലാ ഓയിലും ഇപ്പോഴും, നല്ലെണ്ണ ആയാലും കടുകെണ്ണ ആയാലും വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും എല്ലാം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ നുണ പറഞ്ഞതല്ല. നമുക്ക് അടുത്തൊരു ഷോർട്സിൽ അത് കാണാം കേട്ടോ. പിന്നെ അതേപോലെ അങ്ങനെയാണേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കണ്ണടച്ച് നമ്മളെല്ലാം ഈ ഒരു വീഡിയോ കണ്ടിട്ട് കണ്ണടച്ച് നമ്മളിതെല്ലാം വിശ്വസിച്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് അവരെ തെറ്റ് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ ഭാഗത്തല്ലേ തെറ്റ്? 10, 500, 600, 1000 രൂപ കൊടുത്ത് നമ്മളൊരു ബ്യൂട്ടി പ്രോഡക്റ്റ്സ് മേടിച്ച് സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ അത്രയും, നമ്മുടെ രൂപം മാറ്റി അത്രയും അടിപൊളിയാക്കും എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഇപ്പം വെളുപ്പിനാണല്ലോ ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ലോകത്തെന്നാൽ പിന്നെ കറുത്തവരുണ്ടാവുകയില്ല. പൈസ ഉള്ളവരെല്ലാവരും വെളുത്തവരായേനെ അല്ലേ? അപ്പോൾ അങ്ങനൊന്ന് ചിന്തിക്കാൻ ഒരു കോമൺ സെൻസ് ഇല്ലാത്ത നിങ്ങളത് മേടിച്ച് തേച്ച് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ലേ? ഫോർ എക്സാമ്പിൾ, ആ കല്യാണി അത് തേച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവളുടെ പ്രശ്നമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് വന്നാൽ അത് അവരുടെ പ്രശ്നമല്ലേ? നിങ്ങളത് തേച്ചാലല്ലേ അത് നിങ്ങളുടെ പ്രശ്നമാവുന്നുള്ളൂ. നിങ്ങൾ ഡാറ്റ റീചാർജ് ചെയ്തിട്ട് നിങ്ങളത് ഫോണിൽ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടം പോലെ കാണുന്നു. അത് നിങ്ങളുടെ ഒരു ദിവസം 24 hours നിങ്ങൾക്ക് ഫോൺ കാണാനുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് വന്ന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങളുടെ വാക്കിനൊരു വില ഉണ്ടാവണം എന്നുള്ള ഒരു വിചാരം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ഇപ്പം നടക്കുന്നുണ്ട്. സമൂഹത്തിലെ എല്ലാ അനീതിയും നമുക്ക് പോയി സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഈ
ഘോരം പലരും വന്നിട്ട് റീച്ച് കിട്ടാൻ തന്നെ ഞാൻ പറയും. കാരണം ഇത്രയും നാളും കല്യാണി 1, 2, 5 സബ്സ്ക്രൈബറിൽ നിന്ന് ഇത്രയും ആയിരങ്ങളും 10,000ങ്ങളും ലക്ഷങ്ങളും ആകുന്ന ആ ഒരു സമയം വരെ എത്തുന്നിടം വരെ നിങ്ങൾ അവളുടെ വീഡിയോ കണ്ടിട്ടില്ല. പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നവർ തന്നെ ഇപ്പോൾ രണ്ടായിട്ട് തിരിഞ്ഞു. ഒന്ന് ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തൊരു കുറ്റം പറയാൻ വന്നു, ആരുടെയൊക്കെയോ ബാക്കി കേട്ടിട്ട്. ഇനി അതല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തവർ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് ഇപ്പോഴും വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളവരെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞ് പണ്ടുള്ളവർ പറഞ്ഞില്ല, ഈ 4 മണിയൊക്കെ ആകുമ്പോൾ ചായ കുടിക്കുമ്പോൾ പണ്ട് അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ കൂടി നിന്ന് സംസാരിക്കുകയും അയൽക്കൂട്ടത്തിൽ കുറ്റം പറയുന്നൊക്കെ പറഞ്ഞില്ലേ, അതേ പരിപാടി ഇപ്പോൾ ഓൺലൈനിൽ എടുക്കുന്നേ ഉള്ളൂ. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം വിളിച്ച് പറയുന്നു. അത് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മളൊന്ന് ചിന്തിക്കുക പറയുന്നതിന് മുമ്പേ, അത്രയും മാത്രമേ നമ്മൾ വിചാരിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിനകത്ത് 100 തെറ്റുണ്ട്, അത് അറിയാം. പക്ഷേ അത് മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക. അതേപോലെ കല്യാണിയുടെ തെറ്റ് കുറേ പേര് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനെ പിന്നെയും കണ്ടൻ്റാക്കി ശവത്തിൽ കുത്തുകയെന്ന് പറയില്ലേ, അതേപോലെ ഇങ്ങനെ എന്താണ് അവനവൻ്റെ പല്ലട കുത്തി നാറ്റിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ പേര് വന്ന് പറഞ്ഞത് ഇതൊക്കെ കുട്ടികളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആകും, കുട്ടികൾ അതേപോലെ മേക്കപ്പ് ചെയ്ത് വീഡിയോസ് ഇടുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടിലെ കുട്ടി, നിങ്ങളുടെ വീട്ടിലെ ഫോണ്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളത് കുട്ടിയുടെ മുമ്പിൽ ഇരുന്ന് കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പെർമിഷനോടുകൂടി കുട്ടിയെടുത്ത് അത് ഫോൺ കണ്ടിട്ടോ ആയിരിക്കും ആ കുട്ടി അങ്ങനത്തെ വീഡിയോ കാണുന്നത്. അല്ലെങ്കിൽ ഒരു 5 വയസ്സോ 6 വയസ്സോ ഉള്ള കുട്ടിക്ക് ഇങ്ങനത്തെ ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെയോ കുക്കിങ്ങിൻ്റെയോ വീട് ക്ലീനിങ്ങിൻ്റെയോ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ കുട്ടി അത് വീഡിയോ കണ്ടു. ഇനി ആ കുട്ടി ആരും കാണാതെയാണ് ശരി വീട്ടിലെ സാധനങ്ങൾ എടുത്തിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് വീഡിയോ എടുക്കുന്നതെന്നിരിക്കട്ടെ, എനിക്ക് തോന്നുന്നില്ല ഒരു 6 വയസ്സുള്ള കുട്ടിക്ക് സ്വന്തമായിട്ട് വീഡിയോ ക്യാമറ വഴി എടുത്തിട്ട് അത് വേറൊരു ആപ്ലിക്കേഷനിലിട്ട് എഡിറ്റ് ചെയ്തിട്ട് അത് കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് വോയിസൊക്കെ കൊടുത്തിട്ട് മ്യൂസിക്കൊക്കെ കൊടുത്തിട്ട് അത് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ മ്യൂസിക്കൊന്നും കൊടുത്തില്ലേ പോലും നോർമലി അത് എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബ് ഷോർട്സിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കയറിയിട്ട് അത് വീഡിയോ സ്വന്തമായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ തംബ്നെയിലും കാര്യങ്ങളൊക്കെ ഒരു 5 വയസ്സിലെ കുട്ടി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനെ ഇഷ്ടപ്പെട്ട് അതിൻ്റെ പേരൻസ് ചെയ്ത കാര്യങ്ങളാണ് അത്, അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഭാഗത്തെ തെറ്റ് ഈ 5 വയസ്സുള്ള കുട്ടിക്ക് കാണേണ്ട ഫോൺ കൊടുക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ ജനിച്ച് വീഴുന്ന കുട്ടിയുടെ ഫ്രണ്ടിൽ വരെ ഫോണുണ്ട്, ഇല്ലേ? അപ്പോൾ അത് കുട്ടികൾ കാണേണ്ട കണ്ടൻറ്റ് മാത്രം കണ്ടാൽ മതിയെന്ന് നിങ്ങൾക്ക് ചെയ്യാമല്ലോ. കുട്ടികൾ കാണേണ്ടത് എന്താണ്? ഇപ്പോൾ നല്ല നല്ല കാർട്ടൂൺസിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. കുട്ടികൾക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങൾ കാർട്ടൂൺസിലുണ്ട്, ഇല്ലയെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പിന്നെ നല്ല നല്ല കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഫോൺ നിങ്ങളുടെ കുട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിക്ക് പോയിട്ട് കുട്ടി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അത് നിങ്ങൾ അവസാനം ഫോൺ എടുത്ത് നോക്കുമ്പോൾ അങ്ങനത്തെ കുറേ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെയൊക്കെ ഇഷ്ടമുണ്ടായിട്ട് നിങ്ങളത് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് അതിനെ എടുത്ത് വേറെ കുറേ പേർ അഭിപ്രായം ചെയ്യുമ്പോൾ നിങ്ങൾക്കതിന് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്, അല്ലേ? ഞാൻ ഈ പറഞ്ഞത് വല്ലതും മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഭാഗത്തെ കുറ്റങ്ങളെല്ലാം നമ്മൾ മറച്ചു വെച്ചിട്ട് എല്ലാ കുറ്റവും ഒരു ക്രൂശിക്കപ്പെടുന്ന ഒരാളുടെ മാത്രമായിട്ട് മാറ്റുന്നു. അതാണ് നമുക്ക് എനിക്കൊരു അരോചകമായിട്ട് തോന്നിയത് കേട്ടോ. അല്ലാതെ കല്യാണം ചെയ്തത് ശരിയാണെന്നോ, അവളെ കുറ്റം പറഞ്ഞവർ ചെയ്തത് ശരിയാണെന്നോ, ഇല്ലെങ്കിൽ കല്യാണം ചെയ്തത് തെറ്റെന്നോ, ഇപ്പം ഈ ഒരു കുറേ പേരുണ്ടല്ലോ ശരിക്കും ബ്യൂട്ടി പ്രോഡക്റ്റ്സ് എന്താണെന്ന് പോലും അറിയാത്തവരാണ് ഈ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ കുറേ പേരുണ്ട് ഈ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഫൗണ്ടേഷനും ഒക്കെ യൂസ് ചെയ്തിട്ട് അഭിപ്രായം പറയുന്നവരുമുണ്ട്. പക്ഷേ ഇതൊന്നും യൂസ് ചെയ്ത് ഇതൊക്കെ എന്താണെന്ന് പോലും അറിയാത്തവരുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ ബേസിക്കലി ഒരു മോയ്സ്ചറൈസർ ഒരു സൺസ്ക്രീനൊക്കെ വേണം. പക്ഷേ അത് എല്ലാവരും പറയുന്നത് പോലെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് നമ്മുടെ സ്കിൻ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണോ പ്രശ്നം. പക്ഷേ എത്ര പേരങ്ങനെ ചെയ്തു? ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിൽ എത്ര പേരങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ഇല്ലല്ലേ? അപ്പോൾ അത് കോമൺ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇതൊക്കെ നമ്മൾ തേച്ചിട്ടാണ് നമുക്ക് ക്യാൻസറും നമുക്ക് അങ്ങനത്തെ അസുഖങ്ങൾ വരുന്നു എന്ന് പറയട്ടെ. ഇതൊക്കെ ഇപ്പോഴാണോ ട്രെൻഡിങ് ആയത്? പക്ഷേ അതിന് മുമ്പേയും ക്യാൻസറുണ്ട്. ക്യാൻസറൊക്കെ കണ്ടുപിടിച്ചിട്ട് എത്ര വർഷങ്ങളായില്ലേ? അതിന് മുമ്പേ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ജങ്ക് ഫുഡ് അല്ലായിരുന്നു പ്രശ്നം, അപ്പം നമുക്ക് കോസ്മെറ്റിക്സ് അല്ലായിരുന്നു പ്രശ്നം, അപ്പം നമ്മുടെ ലൈഫ് അല്ലായിരുന്നു പ്രശ്നം, നമ്മുടെ വർക്കൗട്ട് ഇല്ലായ്മ അല്ലായിരുന്നു പ്രശ്നം. പണ്ടത്തെ ആൾക്കാർ ജോലി ചെയ്തിരുന്നു, ഈ വക പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്തിരുന്നില്ല, കൃഷി ചെയ്ത സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തത്. അവർക്കൊക്കെയും ക്യാൻസർ ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു ക്യാൻസർ എപ്പോഴാണ് കണ്ടുപിടിച്ചെന്നുള്ളത്. പക്ഷേ ഇപ്പം ഇത് കൂടി വരുന്നതിന് കാരണം ഇതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സത്യമാണ്. പക്ഷേ ഇതുകൊണ്ട് മാത്രമാണ് ക്യാൻസർ വരുന്നതെന്ന് പറയുമ്പോൾ അത് ബുദ്ധിയില്ലാത്തവരെ പറയുന്നതാണ് എൻ്റെ ഒരു വിചാരം. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമതി ഞാനാണെന്നല്ല അതിൻ്റെ അർത്ഥം.
കോമൺ ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ പറയാൻ പറ്റുന്ന, അതായത് എൻ്റെ തലയിലെ ബുദ്ധിക്ക് എനിക്ക് പ്രവർത്തിച്ചപ്പോൾ ഇങ്ങനെയാണ് തോന്നിയത് കേട്ടോ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ആരും അഭിപ്രായങ്ങളൊന്നും പറയാറുമില്ല, കമൻറ്റ് ഇടാറുമില്ല. വന്നാലും പോയാലും എൻ്റെ വീട്ടുകാർ 10 പേര്, അല്ലെങ്കിൽ വീട്ടുകാരോ കൂട്ടുകാരോ 4-5 പേര് കമൻറ്റ് ചെയ്താലായി ആകെ 10-100 പേരെ കാണുള്ളൂ. അതിന് എനിക്ക് നല്ല വിഷമമുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. കാരണം 4 വർഷമായി ഞാനിത് കൊണ്ട് നിൽക്കുന്നു. പിന്നെ ഒരു വരുമാനത്തിന് അതും കൂടെ പറയട്ടെ, വരുമാനത്തിനു വേണ്ടി മാത്രമാണ് കല്യാണി ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. പക്ഷേ തുടക്കകാലത്ത് കല്യാണിക്ക് വരുമാനം ഉണ്ടായിരുന്നില്ലല്ലോ. അവളെ ഇഷ്ടപ്പെട്ട അവളുടെ ആരാധകർ, അല്ലെങ്കിൽ അവളെ ഇഷ്ടപ്പെടുന്ന അവളുടെ സബ്സ്ക്രൈബേഴ്സ് അവളുടെ അടുത്തേക്ക് വന്നതുകൊണ്ടാണ് അവൾക്ക് അത്രയും വ്യൂ കിട്ടിയത്. വ്യൂ കിട്ടും തോറുമാണ് അവർക്ക് പിന്നെയും വീഡിയോ ഇടാനുള്ള ഇൻട്രസ്റ്റ് കൂടുന്നത്. അപ്പോഴാണ് അവർക്ക് പൈസ കിട്ടുന്നത്, അപ്പോഴാണ് നിങ്ങൾക്കൊക്കെ കണ്ടൻറ്റും കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മളത് തിരുത്തുക. കല്യാണി അത് പറഞ്ഞിട്ടുണ്ട്. കല്യാണി ചിലപ്പോൾ ഇതിനകത്തെ പല ക്രീമും യൂസ് ചെയ്യുന്നുണ്ടാവില്ല, പ്രൊമോഷന് വേണ്ടി വരുന്നതായിരിക്കും. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പ്രൊമോഷൻ ഉണ്ടെന്നുള്ള കാര്യം അറിയാത്തവർ ആരുമില്ലല്ലോ. അപ്പം ഇതൊക്കെ ഒരു കോമൺ സെൻസായിട്ട് നമുക്ക് സംസാരിച്ചൂടെ അല്ലേ. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞ സമയത്തിന് എൻ്റെ ശമ്പൂട്ടൻ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ പോയി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരി വന്നു, അവളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അതിന് ശേഷം അവളെ കൊണ്ടുവിടാൻ പോയപ്പോൾ ഞാൻ ചുമ്മാ ഒരു വാക്കിന് പോയി. അതിനുശേഷം നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ കുക്ക് ചെയ്ത് നിന്നെന്തായിരുന്നു, നമ്മുടെ ചക്കക്കുരും അതേപോലെ ചക്കയുടെ കൂഞ്ഞിലും എല്ലാം കൂടെ ഒരു മസാലക്കറിയായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ ചെടിയെല്ലാം, നമ്മൾ ഒരു വെക്കേഷന് പോയിട്ട് വന്നതിന് ശേഷം നമ്മുടെ ചെടിയെല്ലാം ആകെ പോയി കിടക്കുകയായിരുന്നു. അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തു. ഇന്ന് ഞാൻ സംസാരിച്ച കാര്യങ്ങളൊന്നും ഒരിക്കലും സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഈ വീഡിയോ എടുത്തത്. ഈ വീഡിയോ എടുത്ത് ദിവസം നടന്ന സംഭവവുമല്ല ഇത്. പക്ഷേ പരസ്പര ബന്ധമില്ലാതെ എനിക്കിന്ന് പറയേണ്ടി വന്നു. പക്ഷേ കാണുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഞാനിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ അല്ലേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ഇഡ്ഡലിയും ചട്നിയും വടയൊക്കെയാണ് ഉണ്ടാക്കിയത്. പക്ഷേ ചട്നിക്ക് കടുക് വറുത്തപ്പം കുറച്ച് കടുക് കരിഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ ഒരു വെള്ളച്ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി. കാരണം കൂട്ടുകാരി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവളുടെ കൂടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം പോയത്. അവളുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ ഈ ഉഴുന്നവട ഉണ്ടാക്കിക്കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് അവൾക്കാണ്. ഓക്കെ, അങ്ങനെ നമ്മളിതാ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോറും കറിയൊക്കെ ആയി കേട്ടോ. ഇനി ഒരു ഫിഷ് ഫ്രൈയും കൂടെ ഉണ്ടാക്കിയാൽ ശമ്പൂട്ടം വരുമ്പോഴത്തേക്ക് കഴിക്കാം. ഞാൻ ഈ ചെടിയുടെ പരിപാടിക്ക് വന്നതുകൊണ്ടാണ് ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നത് കേട്ടോ. ഇതാകുമ്പം കുറച്ച് മോശം ഡ്രസ്സ് മതിയല്ലോ എന്ന് കരുതി, മണ്ണും ചെളിയൊക്കെ ആവാനുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ആ ചെടിയൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചു. ഇത്രയൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുമല്ലോ. ക്വാർട്ടർ ലൈഫ് അല്ലേ, നമ്മുടെ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. നമ്മളിപ്പോൾ ഒരു പട്ടാളത്തിൻ്റെ ക്വാർട്ടറിൽ നിൽക്കുമ്പോൾ ഭയങ്കര പരിമിതികളാണ്. നമ്മൾ എത്ര ക്ലീനാക്കി വെക്കാൻ വിചാരിച്ചാലും നടക്കൂല. ഒന്നാമത് ഇവിടുത്തെ ഫർണിച്ചറിൽ നിന്ന് ആവശ്യമില്ലാത്ത പൊടികൾ വീണുകൊണ്ടിരിക്കും, ഏത് ക്ലൈമറ്റ് ആണെങ്കിലും. 2, ഞാനും ശമ്പൂട്ടനുമാണ് ഇവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ശമ്പൂട്ടൻ്റെ കൂട്ടുകാരും ഒക്കെ 10 വട്ടം കയറി ഇറങ്ങുന്ന വീടാണ് നമ്മുടേത്. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടിലിപ്പോൾ വീട് അടച്ചിട്ട് നമ്മൾ മാത്രം ജീവിക്കുന്ന പോലെ ആവില്ല. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നെങ്കിൽ പറഞ്ഞിട്ടല്ലേ വരിക. പക്ഷേ ഇവിടെയൊക്കെ ഒന്നും അങ്ങനെയല്ല. വൈകുന്നേരം ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ സ്കൂൾ വിടും, 3 മണിയാകുമ്പോഴത്തേനും കുഞ്ഞുങ്ങൾ ഇവിടെ കളിക്കാൻ വരും. നമ്മൾ എത്ര ക്ലീനാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ 10 വീട്ടിലെ കുട്ടികളല്ലേ, ഏറ്റവും കുറഞ്ഞ 5 കുട്ടികൾ വരും. ആ 5 വീട്ടിലെ കുട്ടികളും 5 രീതിയിലല്ലേ ബിഹേവ് ചെയ്യുക. നമുക്ക് എല്ലാവരും ഒരുപോലെ പറ്റില്ല. പക്ഷേ ശമ്പൂട്ടനായിട്ട് എവിടെയും നമ്മുടെ ഭിത്തിയിലൊന്നും വരയ്ക്കുകയോ മോശമാക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റേതായ പോരായ്മ ശമ്പൂട്ടനുണ്ടെന്ന് തന്നെ ഞാൻ പറയാം കേട്ടോ. ഞാൻ ഇപ്പം ഇനിയൊരു കുട്ടിയുടെ കാര്യം, അല്ലെങ്കിൽ ഇനിയൊരു കുഞ്ഞു കുട്ടികൾ ജനിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികൾ ഭിത്തിയിൽ വരച്ചോട്ടെ, കുട്ടികൾ നന്നായിട്ട് ഭിത്തിയിൽ വരച്ചോട്ടെ. കാരണം ഭിത്തിയിൽ വരച്ചാൽ നമുക്ക് പെയിൻ്റ് അടിച്ചാൽ പോകും. പക്ഷേ ഭിത്തിയിൽ എഴുതുമ്പോഴും അവർക്ക് തോന്നിയ ഭാഗത്തൊക്കെ എഴുതുമ്പോഴാണ് നന്നായിട്ട് പെൻസിൽ ഗ്രിപ്പ് കിട്ടുക. ശംഭുവിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അതൊരു കൺഫ്യൂഷനിൽ നടക്കുക. അവൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും എഴുതുന്നുണ്ട്, റൈറ്റ് ഹാൻഡ് കൊണ്ടും എഴുതുന്നുണ്ട്. അപ്പം അവൻ ആ ഒരു ഗ്രിപ്പ് മര്യാദയ്ക്ക് കിട്ടുന്നില്ല. ഭയങ്കര ടൈം എടുക്കുന്നുണ്ട് എഴുതാൻ. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് പഠിക്കും, പക്ഷേ എഴുതാൻ ഭയങ്കരമായിട്ട് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ പണ്ടേ ഞാൻ അവനെ ഭിത്തിയിലൊക്കെ വരച്ച് പഠിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി സ്പീഡായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ആ ഒരു ഗ്രിപ്പും ആ ഒരു ഫ്ലോയും ഒക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ കുട്ടികൾ വന്നിട്ട് ഭിത്തിയിലൊക്കെ എഴുതുമ്പോൾ ഇപ്പോൾ ഒന്നും പറയാറില്ല. പിന്നെ മാക്സിമം നന്നായിട്ട് വെക്കുക. പക്ഷേ നമുക്കിപ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ വീടൊന്നും പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 10 പേര് താമസിച്ച് പോയ വീടാണിത്, ഇനിയും 10 പേര് വരാനുള്ള വീടാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷേ അതൊക്കെ എനിക്ക് വീഡിയോയിൽ കാണിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത്രയും നാൾ ലോങ് വീഡിയോ ഒന്നും കാണിക്കാതിരുന്നത്, പുറത്തെ വീഡിയോസ് മാത്രം കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കല്യാണിയുടെ ശിവചേച്ചിയുടെ ഒക്കെ വീഡിയോ കാണുമ്പോൾ അവരുടെ അത്രയും
എക്സ്ട്രാ ക്ലീൻ ആയിട്ടുള്ള, വേണമെങ്കിൽ സ്റ്റെറൈൽ എൻവോൺമെൻറ്റ് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു അത്രയും നമുക്കൊരു ക്ലെൻലിനെസ് ഒന്നും നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ അതേ സമയം തന്നെ ഞാൻ സൗഭാഗ്യയുടെ വീഡിയോ കാണാറുണ്ട്. അവരെത്ര സമയം ക്ലീൻ ആക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കാണുമ്പോൾ ഒരു ക്ലീൻ ഏരിയയും കാണിക്കുന്നുണ്ട്, അല്ലാതെ അവരുടെ മോശം വശങ്ങളും അവർ കാണിക്കുന്നുണ്ട്. അപ്പം എനിക്ക് എൻ്റെ വശങ്ങളെല്ലാം നന്നായിട്ട് മാത്രം കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കില്ല. ഞാൻ എൻ്റെ വീട്ടിലല്ലല്ലോ നിൽക്കുന്നത്. അങ്ങനത്തെയൊക്കെ വീഡിയോ ഇടുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ മാത്രം നിൽക്കുന്ന വീടായിരിക്കും അങ്ങനെയുള്ളത്. അല്ലാതെ പേരൻസും ഗ്രാൻഡ് പേരൻസും അതല്ലെങ്കിൽ ഇതുപോലെയുള്ള അറ്റ്മോസ്ഫിയറിലൊക്കെ ജീവിക്കുന്നവരുടെ വീടുകളൊന്നും അങ്ങനെ നമുക്ക് ക്ലീനാക്കി വെക്കാൻ ഒരു 50% പറ്റില്ല, അല്ലെങ്കിൽ ഒരു 60-70% പറ്റില്ല. കാരണം 10 കൈകളല്ലേ, അവരുടെ വീട്ടിൽ അവർ ക്ലീനാക്കി വെച്ച സാധനം അവിടെ അതുപോലെ ഇരിക്കും. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഇരിക്കില്ല. സാഹചര്യങ്ങൾ അതിന് അനുകൂലമല്ല കേട്ടോ. എന്നാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം ക്ലീനാക്കി വെക്കാറുണ്ട് കേട്ടോ. കുറച്ച് നാളൊക്കെ സ്റ്റെറൈൽ അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചത് കൊണ്ട് തന്നെ എപ്പോഴും ഈ കഴുകലും തുടക്കലും എനിക്കൊരു പതിവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈകളും അത്ര ഭംഗിയായിരിക്കില്ല. കാരണം എന്തായാലും എൻ്റെ അമ്മയുടെ കയ്യിലേ എനിക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഈ സോപ്പുമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും അതൊരു അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഞാൻ ഉച്ചയൂണ് വിളമ്പുമ്പോൾ പ്ലേറ്റ് എടുക്കുമ്പോൾ തന്നെ അതിൽ വെള്ളമായിരിക്കും ഉണ്ടാവുക. കാരണം അപ്പം തന്നെ ഇങ്ങനെ കഴുകിയിട്ട് കുറച്ച് നേരം വെച്ച്, ഇപ്പോൾ രാത്രി കഴുകിയ പ്ലേറ്റ് രാവിലെ അതേപോലെ എടുത്ത് ചോറ് കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. കാരണം എനിക്കറിയാം രാത്രിയിൽ ഇവിടെ പാറ്റ വരാറുണ്ട്, പൊടികൾ വീഴാറുണ്ട്. അതിനകത്ത് അങ്ങനെ എടുത്ത് കഴിക്കാൻ എനിക്ക് പറ്റില്ല. സോ എപ്പോൾ കഴിക്കുന്നു അപ്പം തന്നെ കഴിക്കുന്നു, പിന്നെ വീണ്ടും കഴുകി വെക്കുന്നു. ഇനി നെക്സ്റ്റ് ടൈം ആവശ്യം വരുമ്പോൾ വീണ്ടും കഴുകുന്നു. ഈ ഡബ്ബകളൊക്കെ എപ്പോഴാണോ ഒരു മാസത്തേക്കായിരിക്കും നമ്മളൊരു സ്റ്റോക്ക് മേടിക്കുന്നത്. അപ്പം സ്റ്റോക്ക് നിറയ്ക്കുമ്പം ഇന്നിപ്പം സ്റ്റോക്ക് നിറയ്ക്കണം. അതുകൊണ്ട് ഞാൻ ഇന്ന് ഫുള്ള് കഴുകി വെയിലുള്ളൊരു ദിവസം ഉണക്കാൻ വെക്കും. ഉണക്കി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് സാധനം ഇട്ട് വെക്കും. നെക്സ്റ്റ് ട്രിപ്പ് അടുത്ത മാസം ക്യാൻറ്റീനിൽ പോയി സാധനം മേടിക്കുമ്പോഴത്തേക്ക് ഇത് തീരും. അപ്പം ഇത് തീരുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഒരു ബേസിക് മീൽ പ്ലാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഉച്ചയൂണിൻ്റെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇതും കൂടെ എനിക്ക് പറയാനുണ്ട്. ഉച്ചയൂണിൻ്റെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അടുപ്പിച്ച് 2-3 ദിവസമൊക്കെ ചീരത്തോരൻ വെക്കുന്നത് ഒരു ദിവസം ഉണ്ടാക്കിയ തോരൻ അടുത്ത ദിവസം വിളമ്പുന്നതല്ല. നമുക്കൊരു വലിയ കെട്ട് ചീര, ഇപ്പം ശനിയും ബുധനുമാണ് ഇവിടെ പച്ചക്കറി വരുന്നത്. അപ്പം ഒരു വലിയ കെട്ട് ചീര നമ്മൾ ശനിയാഴ്ച മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചീര തീരുന്നതിനും വരെ അത് കറി വെക്കുമല്ലോ. നമ്മൾ ഇത്രയും ഒരു നേരമല്ലേ കഴിക്കുള്ളൂ, ഉച്ചയ്ക്ക് ഒരു നേരമാണ് നമ്മൾ അങ്ങനെ കഴിക്കുകയുള്ളൂ. അപ്പം അത് എത്രയേ കഴിക്കാൻ പറ്റുമോ അല്ലേ, നമ്മൾ 3 പേരും കഴിച്ചതിൻ്റെ ബാക്കി എന്തായാലും ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് ഡേ അപ്പോൾ അതിനനുസരിച്ച് കറി വെക്കും. അടുത്ത ദിവസം വീണ്ടും അത് തന്നെ വെക്കും. കാരണം ചീര ഇരിക്കുമ്പോൾ പിന്നെ ഞാൻ വെറുതെ ഇരിക്കുന്ന പരിപ്പിനെ എടുത്ത് കറി വെക്കേണ്ട കാര്യമില്ലല്ലോ. അതേപോലെ ഈ ഫ്രഷ് സാധനങ്ങൾ ഇപ്പോൾ ശനിയാഴ്ച മേടിക്കുന്ന സാധനങ്ങൾ ബുധനാഴ്ചക്കുള്ളിൽ എനിക്ക് തീർക്കണം, എന്നാലേ അടുത്ത് മേടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ കമ്പയിൽ വീട്ടിലൊക്കെ പോവുകയാണെങ്കിൽ അച്ഛൻ പറമ്പിൽ നിന്ന് പയറും പാവയ്ക്കയും പറിച്ചുകൊണ്ട് വരുന്നു. നമ്മൾ ഇന്ന് കറി വെക്കുന്നു, നാളെ വീണ്ടും അച്ഛൻ കണ്ടത്തിൽ പോകുന്നു, നാളെ വൈകിട്ട് വീണ്ടും കൊണ്ടുവരുന്നു, നാളത്തേക്കുള്ളത് അങ്ങനെയാണ്. അപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ഓമയ്ക്ക കുത്തി, ഒരു പപ്പായ കുത്തി അപ്പം തോരൻ വെക്കാം, അല്ലെങ്കിൽ പയർ തൊടിയിൽ നിന്ന് പറിച്ചുകൊണ്ടു അങ്ങനെ വെക്കാം. നമുക്കൊന്നും ഒരിക്കലും ഇത് പ്രാക്ടിക്കലി നടക്കില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു പാവയ്ക്കോ പയറോ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ആ ചെടിയുടെ ആയുസിൻ്റെ കാലം 5-10 പാവയ്ക്ക അതിന് കിട്ടിയാലായി. അതുകൊണ്ട് നമുക്ക് ജീവിതകാലം പറ്റില്ലല്ലോ. നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളെല്ലാം മേടിക്കണം. ഇത്രയും കോസ്മെറ്റിക്സിനെയും ഇപ്പോൾ ഒരു വൈറ്റ് കാസ്റ്റ് വന്ന സൺസ്ക്രീനിൽ തുടങ്ങിയ കാര്യമാണിത്. അപ്പോൾ അതിനെയൊക്കെ കുറ്റം പറയുന്നവർ നിങ്ങളുടെ വീട്ടിൽ സ്വന്തമായിട്ട് കഴിക്കാനുള്ള പച്ചക്കറികളെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. അത്രയ്ക്ക് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അല്ലേ. ഹെൽത്ത് കോൺഷ്യസ് ആണോ ചോദിച്ചാൽ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസാണ്. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് കഴിക്കുന്ന ചോറില്ലേ, അരി തൊട്ട് ഇപ്പം സത്യം പറഞ്ഞാൽ ഫോർട്ടിഫൈഡ് അല്ലാത്ത നമ്മുടെ പാക്കറ്റ് റൈസ്, ഇപ്പം നിറപ്പറ പോലെയുള്ള റൈസിനെ കുറിച്ച് അല്ലാണ്ട് നമ്മൾ നോർമലി ഉള്ള റേഷനറി തൊട്ട് നമ്മൾ ഏറ്റവും ഹൈടെക്കായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് മേടിക്കുന്ന എന്ത് സാധനമാണോ, ഇപ്പോൾ കുങ്കുമപ്പൂ ചേർത്താണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞാലും അതിൽ വരെ ഇപ്പം മായമുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ള മായത്തിന് എങ്ങനെ കുറച്ച് ജീവിക്കാം എന്ന് മാത്രം ഒന്ന് മാക്സിമം വിചാരിച്ചിട്ട് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതാണ് നമുക്ക് നമ്മുടെ ഭരണഘടന തന്നിട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വാക്കിന് ഒരു വില വേണ്ടിയെടുത്ത് നമ്മൾ പോയിട്ട് സംസാരിക്കൂ. ഇപ്പം കല്യാണിയുടെ ഇൻ്റർവ്യൂവിൻ്റെ താഴെ 10 പേര് വന്നിട്ട് നീയാണോ ഇൻസ്പിറേഷൻ എന്ന് ചോദിച്ചിട്ട് അതിന് 10 ലൈക്കും അതിന് 10 പിന്നെ ഒരേ സാധനം കോപ്പി പേസ്റ്റ് ചെയ്ത് താഴെ ചോദിച്ചിട്ട് നിങ്ങളെ ആരും അറിയാൻ പോകുന്നില്ല. അവൾക്ക് അതിനുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവാനും പോകുന്നില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരാൾക്കെങ്കിലും ഇപ്പോൾ ക്യാൻസർ ഉണ്ട്, അവർ ട്രീറ്റ്മെൻറ്റിലാണ്, റേഡിയോ തെറാപ്പി എടുക്കുന്നുണ്ടാവും. ഇനി അതല്ല, നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് കിഡ്നി ഫെയിലർ ഉണ്ട്, അവർ ഡയാലിസിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ
സമയം ചിലവാക്കുന്ന ഒരു ദിവസത്തെ നിങ്ങളുടെ നെറ്റിൻ്റെ പൈസയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഈ വോയിസ് ആയിട്ടോ നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് വീഡിയോ ആയിട്ട് ചെയ്തിടാൻ പറ്റുന്ന ആ ഒരു സമയമോ നിങ്ങൾ ഈ സംസാരിക്കുന്ന സമയമോ അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുന്ന സമയമോ അവർക്ക് വേണ്ടി 10 പേരോട് സംസാരിച്ച് അവർക്ക് ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റിനുള്ള പൈസ നിങ്ങൾ മേടിച്ച് കൊടുക്കൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഉള്ള കാര്യം ഞാൻ പറയാം. എൻ്റെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ എൻ്റെ പരിചയത്തിലുള്ള ഒരു അസുഖം വന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ഫിനാൻഷ്യലി സപ്പോർട്ട് വേണം എന്ന് അറിഞ്ഞ ഒരാളുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരിയുടെ എനിക്കറിയാത്ത എൻ്റെ കൂട്ടുകാരിയുടെ കൂട്ടുകാരിക്ക് വരെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെക്കൊണ്ട് നമുക്ക് ലോകം മൊത്തം നന്നാക്കാൻ പറ്റില്ല, പക്ഷേ നമ്മളെക്കൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്യൂ. അതിനുശേഷം ഇതെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ എല്ലാവരും പറയുന്നില്ല. കല്യാണിയും ചാരിറ്റി ചെയ്യുന്നുണ്ട്. കല്യാണി മറ്റേ സ്കൂൾ തുറക്കുന്ന സമയത്ത് അവൾ എന്തോരം ചെയ്തു. അതൊന്നും ആരും എന്താ ഇത്ര അപ്രീഷിയേറ്റബിളായിട്ട് പറയാത്തത്? ഈ മോശം കാണുമ്പോൾ തന്നെ കുത്തി നോവിക്കുന്നിടത്താണ് നിങ്ങളുടെ ആ ഒരു വളർച്ച എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ എത്രത്തോളം മോശമാണെന്നുള്ളത്. നിങ്ങൾ 99% മോശവും 1% നന്മയുമായിരിക്കും നിങ്ങൾക്കുള്ളത്. ഞാൻ പർട്ടിക്കുലർ ഒരാളെക്കുറിച്ചല്ലല്ലോ പറയുന്നത്. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ. പേരെടുത്ത് പറഞ്ഞാലല്ലേ ഉള്ളൂ പ്രശ്നം. പക്ഷേ ആ 99% നിങ്ങളുടെ മോശം ഹൈഡ് ചെയ്തിട്ട് 1% ഉള്ള നന്മ നിങ്ങൾ പുറത്ത് കാണിക്കാൻ ശ്രമിക്കാറില്ലേ? പക്ഷേ അവരെപ്പോലുള്ളവരുടെ ഒരു 80% നന്മ പുറത്ത് കാണിക്കുമ്പോൾ നിങ്ങളത് കാണുന്നില്ല. 20% മോശം എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങളത് 1000 മടങ്ങായിട്ട് കാണിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ ഈ പറയത്തില്ലേ, ഇപ്പം ഇതുപോലെ ഒരു ഫേക്ക് പ്രോഡക്റ്റ് കാണിച്ചാൽ ഇൻസ്പയർ ആകുന്ന ആൾക്കാർക്ക് അസുഖം വരുന്നു. അതേപോലെ തന്നെയാണ് നിങ്ങൾ ഈ വിഷം കുത്തി വെക്കുമ്പോൾ അതേപോലെ ഇൻസ്പയർഡ് ആക്കി മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ പേരുതാ ഇതുപോലെ വാല വരുന്നുണ്ടാവും. അതുകൊണ്ട് കുറച്ചൊന്നും നന്മ സ്പ്രെഡ് ചെയ്യണ്ട, സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ നോക്ക്.